സെവൻസ് ഫുട്ബോൾ രംഗത്തെ പ്രബലരായ 22 ടീമുകൾ ഈ ടൂർണമെന്റിന്റെ ഭാഗമായി മാറ്റുരയ്ക്കുന്നുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കാൽപന്തിന്റെ ആവേശാരവങ്ങളുമായി ഒന്നാമത് പ്രീമിയർ ക്ലബ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജനുവരി 18 വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കാൽപന്തിനെ നെഞ്ചേറ്റിയ പെരിന്തൽമണ്ണക്കാർക്ക് ആവേശ പോരാട്ടങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കിയാണ് ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നെഹ്റു സ്റ്റേഡിയത്തിൽ പന്തിരുണ്ട് തുടങ്ങിയത്. കേരളത്തിലെ ഏറ്റവും മികച്ച ടീമുകൾക്കൊപ്പം ഗോവയിൽ നിന്നുള്ള ഒരു ടീമും മത്സരത്തിൽ കൊമ്പ് കോർക്കാൻ കളത്തിലിറങ്ങും. ഫുട്ബോൾ ആരാധകരെ കയ്യിലെടുക്കുന്ന അറിയപ്പെടുന്ന താരങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ കളിക്കമ്പക്കാർക്ക് അത് പുതിയ അനുഭവമാകും. ഏറ്റവും സുരക്ഷിതമായി നിർമ്മിച്ച ഗ്യാലറിയും സ്റ്റേഡിയത്തിലെ ഇരിപ്പിടങ്ങളും ആയിരങ്ങൾക്ക് കളി കാണാനാവുന്ന വിധത്തിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ജനുവരി 18 വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഇനി നമ്മൾ ഒരേ കള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫുട്ബോൾ ആസ്വദിക്കുന്നത്. ഒരേ കള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫുട്ബോളിലെ ഹൃദയത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതാണ് മലപ്പുറം, അതാണ് ഫുട്ബോൾ. ആ ഫുട്ബോളിന്റെ ഏറ്റവും നല്ല ലഹരിയിലേക്ക് നമ്മളെല്ലാവരും ഒരു നീണ്ട കാലത്തെ സമ്പന്നമാക്കുന്ന തരത്തിലേക്ക് ഫുട്ബോൾ അതിശയകരമായി പെരിന്തൽമണ്ണയെ വാരിപ്പുണരുന്ന രാത്രിയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക മാത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ കളിക്കളം ഒരുപാട് താരങ്ങളെ ഏറ്റുവാങ്ങിയ, ഒരുപാട് താരങ്ങളുടെ ബൂട്ട്സ് കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള മണ്ണാണ്. പെരിന്തൽമണ്ണയുടെ ഈ അനശ്വരമായ ചരിത്രത്തെ വീണ്ടും പ്രചോദിപ്പിക്കുന്ന ഇന്നത്തെ ഈ രാത്രി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പ്രീമിയർ ക്ലബിന്റെ സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് തിരശ്ശീല ഉയരുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷ പച്ചേരി സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്, പ്രീമിയർ ക്ലബിന്റെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല ഉയർത്തിരിക്കുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണയുടെ ഒരു ഉത്സവ ലഹരിയോടുകൂടിയാണ് ഇന്ന് ഈ ഫുട്ബോൾ മത്സരം നടത്തി വരുന്നത്. ഈ ഫുട്ബോൾ മേള നടത്തുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച പ്രീമിയർ ക്ലബിന് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഫൈസൽ നാലകത്ത്, SFA പ്രസിഡന്റ് KM ലെനിൻ, വാർഡ് കൗൺസിലർ നാലകത്ത് ബഷീർ, U അബ്ദുൽ കരീം, ഹക്കീം മാടശ്ശേരി, ഹംസ, പച്ചേരി ജലാൽ, കിഴിശ്ശേരി ഇസ്മായിൽ, ക്ലബ് സെക്രട്ടറി CH റിയാസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സെവൻസ് ഫുട്ബോൾ രംഗത്തെ പ്രബലരായ 22 ടീമുകൾ ഈ ടൂർണമെന്റിന്റെ ഭാഗമായി മാറ്റുരയ്ക്കുന്നുണ്ട്. ഈ ടൂർണമെന്റിൽ ഈ ഗാലറിയിൽ 7000-ഓളം കാണികളെ ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ടൂർണമെന്റിന്റെ വിജയത്തിനായി പെരിന്തൽമണ്ണയിലെ ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ ബേസ് പെരുമ്പാവൂരും AYC ഉച്ചാരക്കടവും ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഉച്ചാരക്കടവ് വിജയിച്ചു. വിദേശ താരങ്ങളടങ്ങിയ പ്രമുഖ ടീമുകളാണ് മത്സരത്തിനെത്തുന്നത്. മികച്ച കളിക്കാരന് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ ടൂർണമെന്റിൽ ട്രോഫികൾക്ക് പുറമെ 3 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും നൽകുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി കളി കാണാനുള്ള സൗകര്യവും സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ,
ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.